വിദൂരങ്ങളിൽ കണ്ണു നട്ട്. ഓക്കെ. ഇന്ന് രണ്ടാമത്തെ വിസിലാട്ടോ വരാൻ പോകുന്നു. വന്നോ? ചീര വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. കണ്ടോ? ആരുടെ മേലായില്ല. കണ്ണൊക്കെ പോയിണ്ടല്ലേ രണ്ടിന്റെയും? അതെ അതെ. എന്താ വലിയെന്തോ പണിയെടുത്തിട്ട് വന്നിട്ടേ റെസ്റ്റ് എടുക്കുന്ന മാതിരി. ഇതാ പണിയെടുക്കണ നോക്കൂ. ഇതൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെച്ചിട്ട് നോക്കട്ടെ. കണ്ടോ? ഇതാണ് കേട്ടോ അരപ്പ്. ഓക്കെ, നമ്മളിത് നമ്മുടെ അകത്തിച്ചീരൻ്റെ പൂവ് ഇതാ പരിപ്പിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. സൂപ്പറാന്ന് പറയണം, അല്ലേ? വിവരം അറിയും. കൊള്ളാം. ആദ്യമായിട്ടോ ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത് ഞങ്ങള്. ചീര വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. കണ്ടോ? പൂവ് വിരിഞ്ഞതാണേ. ഈ വിരിഞ്ഞത് പൂവ് നന്നായിട്ട് വിടർത്തിയിട്ട് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ചിലപ്പം പുഴു ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓഹോ. അപ്പൊ ഈ നാര് ഇതെടുത്ത് കളയണം. ഓക്കെ, ഇത് കളയണം അല്ലേ? കളയണം. ഓക്കെ. എന്നിട്ട് ഈ പച്ചയോട് കൂടെ ഇതായി മൂടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആണോ? ഏത് മൂട്? ഇതിന്റെ ഈ പച്ചയോ? പച്ചഭാഗം അതൊക്കെ ഉപയോഗിക്കാം അല്ലേ? ഈ നാര് കളയണം, അതിന്റെ സെന്ററിലുള്ള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ആണല്ലേ? ഇതുപോലെ. ഓക്കെ, നമ്മളിതങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പരിപ്പിട്ടിട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ. മുട്ടുകളാട്ടോ. ഏത്? ഇതൊക്കെ മുട്ടുകളാണ്. അകത്തിച്ചീരന് മുട്ടുകളാണ്. ഞാൻ ഒന്നിച്ച് പറിച്ചു എന്ന് മാത്രം. നമ്മളിന്നലെ പറിക്കുന്നത് കാണിച്ചല്ലോ. ഓക്കെ. അപ്പോൾ ഇതിന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ പരിപ്പിട്ടുള്ള കറി. വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാ നമ്മൾ അകത്തിച്ചീരേൻ്റെ പൂവ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഈ കാണുന്നത്. ഇനി ഇതിന് പരിപ്പിട്ടിട്ട് നല്ലൊരു കറി വെക്കാൻ പോവാ അല്ലേ? ഓക്കെ, കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരത്തെ എല്ലാവരും കണ്ട പോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വീട്ടിൽ പറിച്ച അകത്തിച്ചീരേൻ്റെ പൂവ് കൊണ്ട് ഒരു എന്ത് കറിയമ്മ? പരിപ്പിട്ട കറി അല്ലേ? പരിപ്പിട്ട കറി നോർമൽ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉപ്പേരിയാണ് എല്ലാവരും അധികം ഉണ്ടാക്കുക. അമ്മ ഒരു കറി വെച്ച് നോക്കാം. ഓക്കെ ഓക്കെ ആണല്ലേ? അപ്പം ഇതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉപ്പേരി ആട്ടോ ഉണ്ടാക്കാറ്. അപ്പം നമ്മളിന്ന് പരിപ്പിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പരിപ്പ് കഴുകിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഗൈസ്, നമ്മളിത് കറിപ്പരിപ്പ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് കുക്കറിലേക്ക് പോവാണ് കേട്ടോ. ഇതാ കുക്കറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടു. ഇനിയോ? ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കും. ഓക്കെ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഇത് വേവിക്കണം അല്ലേ? എത്ര വിസിൽ? 3 വിസിലാ? ഓക്കെ, അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ അതേപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, നമ്മളിത് ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മൾ 3 വിസിൽ വേവിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളവിടെ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ പോകണം. അരമുറി നാളികേരാണ് കേട്ടോ. ഓക്കെ, അരമുറി നാളികേരം നമ്മളിതാ നമ്മുടെ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയോ? ഇതാ ഒരു 5 കുഞ്ഞുള്ളി. ഓക്കെ, ചെറിയ ഉള്ളി ഷാലറ്റ്സ് ഇതാ ഒരു 5-6 ഇട്ടിട്ടുണ്ട്. 2 വെളുത്തുള്ളി, 2 കുഞ്ഞി വെളുത്തുള്ളി ഇതാ പോകുന്നു. പിന്നെ കുറച്ച് ജീരകം. ഓക്കെ, 1/2 ടീസ്പൂൺ ജീരകം മതിയാവും അല്ലേ? ജീരകം എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ആ കണ്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്ന് അരച്ചു കൊണ്ടുവരും അല്ലേ? ഓക്കെ, ഇതില് എന്തെങ്കിലും മസാലയൊക്കെ ആഡ് ചെയ്യോ? ഒന്നുമില്ല. ഈ ജീരകം പെരുജീരകം കഴിച്ചേ കണ്ണൊക്കെ പോയിണ്ടല്ലേ രണ്ടിന്റെയും. അതെ, തുടങ്ങാന്നാല് അരച്ചോളൂ. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കും അല്ലേ? അപ്പൊ അതിന്റെ പരുവം കാണിച്ചു തരാം കേട്ടോ. ഓ, ഇതാ. ഓക്കെ, ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അരപ്പ്. കണ്ടോ, ഇതാണ് നമ്മുടെ അകത്തിച്ചീരേൻ്റെ പൂ, വെള്ളപ്പൂ. ഇതിൻ്റെ ചുവപ്പും ഉണ്ട് അല്ലേ? ചുവപ്പും കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ പൂത്തത് വെള്ളയാണേ. നമുക്ക് ചുവപ്പും കുഴിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പം അരപ്പ് റെഡി ആയിട്ടുണ്ട്. അകത്തിച്ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പരിപ്പിലെല്ലാം വേവാനായിട്ടുണ്ട്. 3 വിസിൽ വരാനാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു വിസിൽ വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് കാണിച്ചു തരാം. വിദൂരങ്ങളിൽ കണ്ണു നട്ട്. ഓക്കെ, ഇന്ന് 2ാമത്തെ വിസിലായിട്ട് വരാൻ പോകുന്നു. വന്നോ? രണ്ട് വന്നു കേട്ടോ. ഒരു വിസിലും കൂടി വന്നാൽ ഓക്കെ, ഒരു വിസിലും കൂടി വന്നാൽ മതി. എന്താ അരപ്പൊക്കെ അവിടെ സെറ്റാണ്. ഓക്കെ, വിശ്രമിക്കുക അല്ലേ? നടക്കട്ടെ. 3ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. നമ്മൾ ഓഫാക്കി കേട്ടോ. എന്താ അച്ഛൻ പറഞ്ഞ്? അതെ, എന്താ വലിയെന്തോ പണിയെടുത്തിട്ട് വന്നിട്ടേ റെസ്റ്റ് എടുക്കുന്ന മാതിരി. ഇതാ പണിയെടുക്കണ നോക്കൂ, പാവം ഡാഡ്. അല്ല, പരിപ്പായില്ലേ? ആയില്ലേ? ഇനിയപ്പോ ഇനി എന്താ വറവിടാനും? കുഞ്ഞുള്ളി അരിഞ്ഞു വെക്കാണേ. ഓക്കെ, പരിപ്പ് വെന്തിട്ടോ. പരിപ്പ് വെന്തു അല്ലേ? നന്നായിട്ട് വെന്തു. പരിപ്പ് നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിത് നമ്മുടെ അകത്തിച്ചീരൻ്റെ പൂവ് ഇതാ പരിപ്പിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇളക്കി കൊടുക്കുക. ഓക്കെ, വേവണേ, ചെറുതായിട്ടൊന്ന് വേവണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അരപ്പൊഴിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇട്ട പൂ കുറച്ചുകൊണ്ട് വേവാനുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ അരപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ആരുടെ മേലായില്ല. ഓക്കെ, അപ്പൊ ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓക്കെ, കുറച്ചും കൂടി വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ചിലർക്ക് വെള്ളം അധികം വേണ്ടി വരും, ചാറ് പോലെ. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഒഴിച്ചോളൂ. ശർക്കര. ഓക്കെ, ഇതാ നമ്മൾ വറവിടാനുള്ള പരിപാടിയും കൂടിയുള്ളൂ കേട്ടോ. കറി ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് പൊട്ടിക്കും, നമ്മൾ ചെറിയുള്ളി ഇടും, വറവിടും, ഇതിനകത്തേക്ക് തട്ടിക്കയറ്റും. ഓക്കെ, ഗായ്സ് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുകിടാണ്. കടുക് ഇട്ടു കേട്ടോ. പൊട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ ഒന്ന് അടച്ചു വെച്ചാൽ. നമ്മൾ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത് കൊടുക്കാം. ആണോ?
അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? പരിപാടി കഴിഞ്ഞു. ടേസ്റ്റിങ് നമുക്ക് ഇവിടെ നിന്ന് തീർക്കാം അല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ വറവിടുന്ന സംഭവം തീർന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതും ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടോ. ടേസ്റ്റിങ് ഇതാ അവിടെ ഒരു ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ പരിപാടി? ഇനി തട്ടേൻ്റെ ഉപ്പേരി. അത് ശരി, നല്ല സംഭവം. അതിന് തേനുണ്ടാവോ? അച്ഛനെ കഴിച്ചോളൂ, കാരണം കഴിച്ചോളൂ. മറ്റേ അമ്പലത്തിൽ പുണ്യാഹത്തിന് നിൽക്കുന്നവരെയൊക്കെ നിൽക്കണ അച്ഛൻ. ഹൈ, അത് സൂപ്പറാന്ന് പറയണം, അല്ലേ? വിവരം അറിയും. കൊള്ളാം. ആദ്യമായിട്ടോ ഇതിന്റെ കറി ഉണ്ടാക്കുന്നത് ഞങ്ങള്. എന്റെ അത്ര മടിയുന്നു. കൊള്ളാം, നല്ല കറി. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അകത്തിച്ചീര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ചീരനെ കൊണ്ട് ഇങ്ങനത്തെ കറി ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന കറിയല്ലേ ഇത്? ചീത്ത കേൾക്കുമോ? ഓക്കെ, അപ്പം നമ്മൾ കറിയാണ് കേട്ടോ സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ, നമ്മൾ ചോറിനട്ടെ. ഓക്കെ, ബൈ ബൈ ഗൈസ്. മമ്മി ബൈ.